വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, ഭാരതീയ ജനതാ പാർട്ടിക്ക് തുരങ്കം വെക്കാനായി അല്ലെങ്കിൽ അതിനെ തറപറ്റിക്കാനായി രാജ്യത്തെ പാർട്ടികളെല്ലാം കൂടെ ഒരുമിച്ച് കൂടുകയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയൊരു പാർട്ടി രൂപീകരിച്ചിരിക്കുന്നു. കോക്രോച്ച് ജനതാ പാർട്ടി എന്നാണ് ആ പാർട്ടിയുടെ പേര്. എന്താണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ, CJP എന്ന പേരിൽ ഒരു പാർട്ടി രൂപീകരിക്കാനുള്ള ചേതോവികാരം, ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ളതിലേക്കൊക്കെ നമുക്ക് വരാം. അതിനു മുമ്പ് ഈ പാർട്ടിയുടെ ഒരു പശ്ചാത്തലം പറയുകയാണെങ്കിൽ, നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സൂര്യകാന്ത്, അദ്ദേഹം ജെൻസി അല്ലെങ്കിൽ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കെതിരെ ഒരു പരാമർശം നടത്തി. ആ പരാമർശം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള പിള്ളേർ അല്ലെങ്കിൽ ഈ യൂത്ത്, ഇവര് പാറ്റകളെ പോലെയാണ്, കോക്രോച്ചുകളെ പോലെയാണ്. എന്ന് പറഞ്ഞാൽ ഇവർ ഒരു പണി എടുക്കൂല, ചുമ്മാ മൊബൈലും തോണ്ടി തോണ്ടി ഒരു സൈഡിലിരിക്കും. ഇവർക്ക് ഒരു പണി എടുക്കണമെന്നും താല്പര്യമില്ല. രാജ്യത്ത് ജോലികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, ഇഷ്ടംപോലെയുള്ള ജോലികൾ കണ്ടുപിടിക്കണം, അത് ഇറങ്ങി തപ്പണം എന്നുള്ളത് അദ്ദേഹം വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും അദ്ദേഹം പറഞ്ഞു. അത് പറഞ്ഞപ്പോ ഇവിടെയുള്ള ജെൻസി തലമുറയിലുള്ള കുട്ടികൾ എത്രത്തോളം അത് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ കണ്ടില്ല. ഞാൻ 24 മണിക്കൂർ ഈ സോഷ്യൽ മീഡിയക്കകത്ത് കിടന്ന് ഓടുന്ന ഒരാളാണ്. ഞാൻ ആ പ്രസ്താവന ശ്രദ്ധിച്ചില്ല. പക്ഷെ ഈ പ്രസ്താവന ഒരാൾ ശ്രദ്ധിച്ചു. ആ ശ്രദ്ധിച്ച ആളുടെ പേര് അഭിജിത് ദീപ്കെ എന്നാണ് അയാളുടെ പേര്. ഈ അഭിജിത് ദീപ്കെ എന്ന് പറയുന്ന വ്യക്തി ഒരു ട്വിറ്ററിൽ ഒരു ട്വീറ്റ് ഇടുന്നു. ആ ട്വീറ്റ് നമ്മളെ രാജ്യത്തെ എല്ലാ കോക്രോച്ചുകൾക്കും, അതായത് സൂര്യകാന്ത് പറഞ്ഞ പോലെയുള്ള എല്ലാ കോക്രോച്ചുകൾക്കും ഒത്തുകൂടിയാലോ എന്നുള്ളതാണ് ആ ട്വീറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ കോക്രോച്ചുകളെല്ലാം കൂടെ ഒത്തുകൂടുന്നു. അവർ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പാർട്ടി രൂപീകരിക്കുന്നു, കോക്രോച്ച് ജനതാ പാർട്ടി. അതിനൊരു വെബ്സൈറ്റ് തുടങ്ങുന്നു. ആ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാന്ന് പറയുന്നു. ആദ്യത്തെ 5 അജണ്ടയുണ്ട് ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്ക്. അതിലൊന്ന്, നോ പോസ്റ്റ് റിട്ടയർമെന്റ് റിവാർഡ്സ് ഫോർ ജഡ്ജസ്. അതായത് ജഡ്ജിമാരായി ഇരുന്ന ആൾക്കാർക്ക് അവർ വിരമിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു പോസ്റ്റും കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ആദ്യത്തെ കോക്രോച്ച് പാർട്ടിയുടെ അജണ്ട. പ്രൊട്ടക്ട് എവറി ലെജിറ്റ് വോട്ട്, അതായത് എല്ലാ വോട്ടും സംരക്ഷിക്കപ്പെടണം. ഒരു പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് വേറൊരു MLAക്കോ MPക്കോ പോകാനായിട്ട് സാധിക്കരുത്. അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ 20 വർഷം അയാളെ ബാൻ ചെയ്യണം. ഇതാണ് അവരുടെ അടുത്ത അജണ്ട എന്ന് പറയുന്നത്. മൂന്നാമത്തത് 50% റിസർവേഷൻ ഫോർ വുമൺ, സ്ത്രീകൾക്ക് 50% റിസർവേഷൻ. ഇൻഡിപെൻഡന്റ് മീഡിയ, നോട്ട് ഗോദി മീഡിയ, ഇതാണ് അവർ അടുത്തത് പറയുന്നത്. അതായത് ഗോദി മീഡിയ നമുക്ക് വേണ്ട, നമുക്ക് വേണ്ടത് സ്വതന്ത്ര മാധ്യമമാണ്, നമുക്ക് വേണ്ടത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനമാണ്, അതുകൊണ്ട് ഗോദി മീഡിയ വേണ്ട എന്ന് പറയുന്നു. അപ്പൊ ഇതൊക്കെയാണ് അവരുടെ അജണ്ട എന്ന് പറയുന്നത്. ഇതങ്ങ് കയറി തഴച്ചു വളർന്നു പറഞ്ഞാൽ ഭീകരമായിട്ട്. ഇപ്പോ ഏകദേശം ഞാൻ നോക്കുമ്പോൾ ഒരു 12 മില്യൺ ഫോളോവേഴ്സ് ആയി മാറിയിട്ടുണ്ട് ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ഇൻസ്റ്റാഗ്രാമിൽ. നമുക്കറിയാലോ, ഇൻസ്റ്റാഗ്രാമിലാണ് ഈ ജെൻസി മൂവ്മെന്റ് ഒക്കെ വലുതായിട്ട് നടക്കുന്നത്. ജെൻസി മൂവ്മെന്റ് ഒക്കെ ആർക്കും ഈസി ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലൂടെ നടത്തിയെടുക്കാൻ സാധിക്കും. തമിഴ്നാട്ടിൽ വിജയുടെ TVK ഒക്കെ അധികാരത്തിൽ വന്നത് ഇൻസ്റ്റാഗ്രാമിലെ വലിയ സോഷ്യൽ മീഡിയ പവറൊക്കെ കാണിച്ചുകൊണ്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതിന്റെ പ്രശ്നം എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അഭിജിത് ദീപ്കെ എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് എതിരെ ഇപ്പോൾ ഒരു വലിയ ആരോപണമല്ല, അയാൾ ആരാണ് എന്ന പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇയാള് ഒരു ആം ആദ്മി പാർട്ടി ലീഡറാണ്. ആം ആദ്മി പാർട്ടി ലീഡറാണ് എന്നുള്ളത് മാത്രമല്ല ഇയാളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇയാള് ഒരു ISI ഏജന്റ് ആണ് എന്ന് പറയപ്പെടുന്നു. സംഭവം ബോസ്റ്റൺ ബേസ്ഡ് അഭിജിത് ദീപ്കെ, ഫൗണ്ടർ ഓഫ് വൈറൽ കോക്രോച്ച് ജനതാ പാർട്ടി, വാസ് ഫ്ലാഗ്ഡ് ഇൻ 2019 പൂനെ പോലീസ് റെക്കോർഡ്സ് ആസ് ആൻ ISI പെയ്ഡ് അസറ്റ് പുഷിംഗ് പാകിസ്ഥാൻസ് കശ്മീർ നെറേറ്റീവ് എന്നാണ് പറയുന്നത്. അതായത് പാകിസ്ഥാന്, നമ്മുടെ കശ്മീരിന് ഒരു നെറേറ്റീവ് ഉണ്ട്, കശ്മീർ പാകിസ്ഥാന്റേതാണ്, കശ്മീരികൾ പാകിസ്ഥാനികളാണ് എന്നുള്ളത്. ആ നെറേറ്റീവ് ഇവിടെ പുഷ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരുപാട് ആൾക്കാർ വേണം. അപ്പൊ ഇതുപോലുള്ള ആൾക്കാരെ പിക്ക് ചെയ്ത് ISI ആ നെറേറ്റീവ് ഇവിടെ സ്പ്രെഡ് ചെയ്യാനായിട്ട് വിട്ടിട്ടുണ്ട്. അതിലൊരാളാണ് ഈ അഭിജിത് ദീപ്കെ എന്നാണ്. ഇപ്പൊ ഈ 2019 പൂനെ പോലീസ് റെക്കോർഡ്സിൽ പറയുന്നത്, ഇതിപ്പോഴുള്ളതല്ല, 2019 അപ്പൊ ആ സംഭവമൊക്കെ വളരെ വൈറലായിട്ട് ഇപ്പോ പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഫോളോവേഴ്സിനെ പരിശോധിക്കുകയാണെങ്കിൽ മുഴുവനും ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, തുർക്കി, ഈ 3 സ്ഥലങ്ങളിൽ നിന്നുള്ള ഫോളോവേഴ്സ് ആണ് ഇതിനധികമായിട്ടും വന്നു ചേരുന്നത്. പിന്നെ നമ്മുടെ രാജ്യത്തെ സ്വാഭാവികമായിട്ടും ഒരു മൂവ്മെന്റ് നടക്കുമ്പോൾ നമ്മളൊക്കെ അതിൽ ചേരാതിരുന്നാൽ നമ്മൾ എങ്ങനെ ഒരു പുരോഗമനവാദിയാകും എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടല്ലോ, അതായത് എല്ലാവരും ചിന്തിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ചിന്തിക്കണം, എങ്കിൽ മാത്രമേ നമുക്കൊരു ബുദ്ധിജീവിയായി മാറാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവരുടെ ഒരു ലൈൻ ഉണ്ടല്ലോ, ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും, ഉത്തരം തന്നേ തീരുമെന്ന്. അങ്ങനെ പക്ഷെ ഉത്തരം കൊടുക്കുമ്പോൾ ഇവർക്ക് താങ്ങാൻ പറ്റൂല. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ ഹെല്ലയിലും ഇറങ്ങി ഓടുന്നത് പോലെ, ഞാൻ വെള്ളം കുടിക്കാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങി ഓടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ എന്ത് തോന്നുന്നു ഈ ഒരു മൂവ്മെന്റിനെ പറ്റി? ഒരു കലാപത്തിന്റെ മണം അടിക്കുന്നില്ലേ എവിടെയോ? ഇത് പറയുന്നത് തൊട്ട് മുമ്പ് നമ്മുടെ ഈ ഹെല്ല എന്നുള്ള NDTVയുടെ അവതാരക ഒരു ഇന്റർവ്യൂ വെച്ചിരുന്നു. ആ അവതാരകയുടെ ഒരു ചോദ്യത്തിന് പോലും ഹെല്ലയ്ക്ക് ഉത്തരവില്ല. ഈ ഞഞ്ഞാവിഞ്ഞ പറയുമല്ലോ, തട്ടുമുട്ട് ന്യായം പറയുമല്ലോ, ആ തട്ടുമുട്ട് ന്യായത്തിന് അപ്പുറത്തേക്ക് ഒന്നുമില്ല. തൊലി ഉരിച്ചു വിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. കണ്ടപൊഴി ഓടി എന്ന് തന്നെ പറയാം.
നമ്മുടെ ഇന്ത്യൻ മാധ്യമ പ്രവർത്തക NDTV ഈ കാര്യത്തിലേക്ക് നമുക്ക് വരാം. അതായത് ഈ ഡീപ് സ്റ്റേറ്റിന്റെ ഒരു പ്രധാന ആണിക്കൽ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ മാധ്യമ പ്രവർത്തകരാണ്. മുമ്പെന്ന് പറഞ്ഞാൽ മാധ്യമ പ്രവർത്തകർക്ക് ഒരു രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അതായത് ഈ കേന്ദ്ര ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റ് മന്ത്രാലയത്തിൽ നമ്മൾ ലൈസൻസ് ഫീ കെട്ടി ഇതുണ്ടായിരുന്നു. പിന്നെ അക്രഡേഷനുള്ള ജേർണലിസ്റ്റുകളുണ്ട്. അങ്ങനെ ഉള്ള ജേർണലിസ്റ്റുകൾ ഒരു ക്രെഡിബിലിറ്റി, അതായത് ആ ജേർണലിസ്റ്റിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാം അറിയാം. പേരുണ്ട്, അഡ്രസ് ഉണ്ട്, ഫോൺ നമ്പർ ഉണ്ട്, കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ എന്താണ് കയ്യെത്തും ദൂരത്ത് ഉള്ള അവൈലബിൾ ആയിട്ടുള്ള ഒരു വ്യക്തികളായിരുന്നു മുമ്പ് ജേർണലിസ്റ്റ് എങ്കിൽ. ഈ സോഷ്യൽ മീഡിയ വന്നതോടെ വഴിയെ പോകുന്നവനും വയ്യാവേലിയും ഒക്കെ ജേർണലിസ്റ്റുകളായി മാറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയും. തെറ്റ് പറയാൻ കഴിയില്ല, കാരണം ജേർണലിസം പഠിച്ചിട്ട് വേണം ജേർണലിസം ചെയ്യാനെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ലോകത്തെ ഫേമസ് ആയിട്ടുള്ള ജേർണലിസ്റ്റുകളാരും ജേർണലിസം PG എടുത്തവരുമായിരുന്നില്ല. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അവരുടേതായ ഇഷ്ടത്തിന് ഓരോ ഈ അത്യാവശ്യം സംസാരിക്കാൻ അറിയാവുന്ന ബ്ലോഗർമാരും ഒക്കെ ഇപ്പൊ ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിലാണ് അവതരിച്ചിരിക്കുന്നത്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ കണ്ടതാണ്. നമ്മുടെ രാഷ്ട്രീയ നേതാക്കളൊക്കെ കുക്കറി ഷോ നടത്തുന്നതിന്റെ മുമ്പിലൊക്കെ കുനിഞ്ഞു നിൽക്കുന്ന കാഴ്ചയും ലോകം ചുറ്റാൻ പോയതിന്റെ മുമ്പിൽ തൊഴുതു നിൽക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് നമ്മളെ ഭരിക്കാനായി തെരഞ്ഞെടുത്ത് നമ്മൾ ഭരിക്കാനായി വിടുന്നവനൊക്കെയാണ് അവിടെ പോയി ഇരുന്നിട്ട് എനിക്കിഷ്ടം അവിയലാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണ് കുറെ തള്ളൊക്കെ നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. അതിൽ ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് കേരളത്തിലെ BJP നേതാക്കളാണ്. അതോടുകൂടി തന്നെയാണ് അവരുടെ ഒരു നിലവാരം സാമാന്യബോധമുള്ള ജനത്തിന് മനസ്സിലാകുകയും ചെയ്യും. ഇനി കാര്യത്തിലേക്ക് വരാം. അപ്പം ഇവരെ ജനത്തിന് നന്നായി അറിയാം. അപ്പം ഇത് എല്ലാ കാലത്തുമുണ്ട്. ധ്രുവറാർത്തി അങ്ങനെ ഒരു അവതാരമായിരുന്നു. അപ്പൊ ഡീപ് സ്റ്റേറ്റ് ആദ്യം ഫോക്കസ് ചെയ്യുന്നത് ഈ ജേർണലിസ്റ്റുകളാണ്. ഡീപ് സ്റ്റേറ്റ് മാത്രമല്ല, ഈ വിഘടനവാദി സംഘടനകളായാലും വിധ്വംസക സംഘടനകളായാലും ഒക്കെ ഇത് ഫോക്കസ് ചെയ്യും. രാഷ്ട്രീയ പാർട്ടികളായാലും ഒക്കെ ഈ മാധ്യമങ്ങൾക്ക് പുറകെ നടക്കുകയും അവരുടെ PR എന്നൊരു ഓമന പേരിൽ ഇത്തരം പ്രവർത്തികൾ നടത്തുകയും ചെയ്യും. ഈ വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ, അതായത് ഈ പറയുന്ന അഭിജിത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇദ്ദേഹം ഒരു ജേർണലിസത്തിൽ ബിരുദാനന്തര ബിരുദമുള്ള ഒരു യുവാവാണ്. അദ്ദേഹം 2024 UK പോകുന്നു, പഠിക്കാനായിട്ട് പോകുന്നു. പോയതിനു ശേഷം അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് ജോലി അന്വേഷിക്കുന്ന ഒരു യുവാവാണ്. അനവധി ഡിഗ്രികളൊക്കെ ഉണ്ട്, വിദ്യാസമ്പന്നനാണ് അദ്ദേഹം. വരുന്നു, അദ്ദേഹമാണ് ഈ ക്രോക്രോച്ച് പാർട്ടിയുടെ CJPയുടെ സ്ഥാപക ഫൗണ്ടർ. അദ്ദേഹം ഒരു ഇതിടുന്നു, കേരളത്തിലെ മൗദൂദി ചാനൽ വലിയ രീതിയിൽ ആഘോഷിക്കുന്നു, ചർച്ചയാകുന്നു. ഇനി ഇവരാണ് ഇത്. കാരണം ഈ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോൾ അപ്പനില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കാണുന്ന നല്ല ഷർട്ട് ഇട്ട് പോകുന്നവനെയൊക്കെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ അവര്. കുറെ നാൾ രാഹുൽ ഗാന്ധി അപ്പനായിട്ട് കണ്ടു, പിന്നെ കേജ്രിവാളിനെ അപ്പനായിട്ട് കണ്ടു, പിന്നെ ശ്രീ കുമാരി മമതാ ബാനർജിയെ തങ്ങളുടെ സർവസ്വമായ ദൈവമായി കണ്ടു. അങ്ങനെ ഇവരാരാണോ മോദിക്കെതിരെ പറയുന്നത് അവരെ അപ്പനായി വാഴ്ത്തും. ധ്രുവറാത്തിയായിരുന്നു കുറച്ചുനാൾ അപ്പനായിട്ട് നിന്നത്. ഇപ്പോൾ അവരുടെ ഏറ്റവും പുതിയ അപ്പൻ എന്ന് പറയുന്നത് ഈ അഭിജിത്ത് എന്ന് പറയുന്ന ഈ ക്രോക്രോച്ച് പാർട്ടിയുടെ ഫൗണ്ടറാണ്. ഇനി ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഈ കാലഘട്ടത്തില് നമുക്കൊന്നും ഒളിച്ചു വെക്കാൻ കഴിയില്ല. നമ്മളെപ്പോഴെങ്കിലും എഴുതിയിട്ടതോ ഇല്ലെങ്കിൽ നമ്മുടെ കാരണം ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ധനുഷിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ധനുഷിന്റെ വീടിന്റെ അടുത്ത് വരെ ഞാൻ വരേണ്ട ആവശ്യമില്ല. ധനുഷിന്റെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ, വീടിന്റെ അടുത്തുള്ള ഒരു ഫ്രണ്ടിനെ ഞാൻ ഫോളോ ചെയ്താൽ മതിയാവും. അയാളുമായി ഒരു ഫ്രണ്ട്ഷിപ്പ് ഇട്ട് 2 ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ധനുഷിന്റെ വീട്ടിലെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് അയാൾ പറഞ്ഞു തരും. അവിടെ വെച്ച് എനിക്ക് അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇതാണ് ഇപ്പോഴത്തെ അന്വേഷണാത്മക പത്രപ്രവർത്തനം എന്ന് പറയുന്നത്. ഇത് പോലെ തന്നെ ഈ അഭിജിത്ത് വരുന്നു. ഇനി ഇദ്ദേഹം വരുന്ന സമയവും എല്ലാം കൂടിയാണ് നമ്മളിപ്പോൾ ഇവിടെ പരിശോധിക്കുന്നത്. എങ്ങനെയാണ് ഈ ക്രോക്രോച്ച് പാർട്ടി രൂപപ്പെട്ടത്, അതിന് പിന്നിൽ എന്താണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ ആളുകൾ കരുതും നമ്മളിപ്പം ഇത് BJPക്കെതിരെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു ചർച്ച നടന്നു. ഒരിക്കലുമല്ല. BJPക്കെതിരെ എന്തു വന്നാലും അതിനെ തടയേണ്ട ബാധ്യത നമുക്കില്ല. അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതിനെതിരെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ വരിക തന്നെ ചെയ്യും. ഇത് അങ്ങനെയല്ല. ഒരു കാര്യങ്ങൾ വരുമ്പോൾ നമുക്കത് കാര്യങ്ങൾ ക്ലിയറായ പ്രേക്ഷകരോട് പറഞ്ഞു കൊടുക്കണമല്ലോ. ഈ കഴിഞ്ഞ കുറെ കാലമായി ഈ ഇന്ത്യ മഹാരാജ്യത്ത് അനവധി യൂത്ത് മൂവ്മെന്റുകൾക്ക്, അല്ലെങ്കിൽ യൂത്ത് മൂവ്മെന്റുകൾക്കല്ല, യൂത്ത് ഓർഗനൈസേഷൻസിന് ഒരുപാട് പേര് രൂപം കൊടുത്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് എത്ര പേര് അത് ശ്രദ്ധിച്ചു എന്നതിൽ കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായ SDP യങ് ഡെമോക്രാറ്റ് എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചു. എത്ര പേര് ആ വാർത്ത ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. രൂപീകരിച്ചിട്ടുണ്ട്. ഇതുപോലെ CPI-ML അവരുടെ ഒരു പ്രത്യേക ദളം രൂപീകരിച്ചിട്ടുണ്ട്. പണ്ടൊരു ദളം എന്നാണ് പറഞ്ഞത്, നക്സൽ സംഘടനയായിരുന്നു. ഇപ്പൊ അതല്ല, അവിടെ ഒരു വിങ് രൂപീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പലരും രൂപീകരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂത്ത് ഇന്ത്യയെ സംബന്ധിച്ച് പറഞ്ഞാൽ 55% യൂത്താണ്. ആ യൂത്തിനെ സംഘടിപ്പിച്ചുകൊണ്ട് മറ്റ് ഇടങ്ങളിൽ നടന്നതുപോലെ ഒരു ജൻസി കലാപത്തിന് ഒരു ആക്കം കൂട്ടുകയാണ് ഇത്തരം ആളുകളെ യൂത്തിലൂടെ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പം 2026 മെയ് മാസം 13-ാം തീയതി, അതായത് ഈ മാസം 13-ാം തീയതി ശ്രീ അരവിന്ദ് കെജ്രിവാൾ ദില്ലിയിൽ ഒരു പത്രസമ്മേളനം വിളിക്കുന്നു. അദ്ദേഹത്തിന്റെ വിഷയം നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ടാണ് അദ്ദേഹം പത്രസമ്മേളനം വിളിക്കുന്നത്. പക്ഷെ ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗുണ്ട്. നേപ്പാളിലും ബംഗ്ലാദേശിലെയൊക്കെ പോലെ ജൻസികൾ തെരുവിലിറങ്ങുക, പ്രതിഷേധിക്കുക എന്ന് അദ്ദേഹം പറയുന്നു. മെയ് 15-ന്
ഡേറ്റുകൾ കൃത്യമായി ഓർക്കണം. മെയ് 15 സൂര്യകാന്ത് ജഡ്ജി സൂര്യകാന്തിന്റെ ഒരു പ്രസ്താവന വരുന്നു. അദ്ദേഹത്തിന്റെ ഒരു വിമർശനാത്മകമായ ഒരു കാര്യം, ഒരു വിമർശനം ഉന്നയിക്കുന്നു. അതിനുശേഷം മെയ് 16 പൊടുന്നനെ ധനുഷ് നേരത്തെ പറഞ്ഞ ട്വീറ്റ് പ്രത്യക്ഷപ്പെടുന്നു. അതിന് തൊട്ടു പിന്നാലെ പാർട്ടി രൂപീകരിക്കപ്പെടുന്നു. ഈ പാർട്ടിയിൽ ഫോം ലഭ്യമാണ്, ID കാർഡ് ലഭ്യമാണ്, പാർട്ടിയുടെ ഗാനവും ലഭ്യമാണ്. ഇതെല്ലാം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ തൊഴിലില്ലാതെ നടക്കുന്ന ഒരു യുവാവിന്, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുവാവിന് ഇതൊക്കെ നടപ്പാക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? നമുക്ക് പറ്റില്ല. കാരണം ഇതിന് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കണം. കാരണം ഓരോ സമയം തന്നെ ലോകമെമ്പാടും സ്പ്രെഡ് ചെയ്യണം. ഇവർ ഈ കോർഡിനേറ്റ് ചെയ്യുന്നത് ഇപ്പം നമുക്കും ട്വീറ്റ് ചെയ്യാം, നമുക്കും ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടാം, നമുക്ക് മാക്സിമം കിട്ടുന്ന ലൈക്ക് എത്രയാണെന്ന് നമുക്കറിയാലോ. ഇയാൾ ഇട്ട ഉടനെ തന്നെ ഇയാൾക്ക് ലൈക്സും ഫോളോവേഴ്സും ഉടൻ തന്നെ ഒഴുകി വരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഓരോ മണിക്കൂർ വെച്ചിട്ടാണ് ഓരോ മില്യൺ ഇയാൾക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. സംശയാസ്പദമാണ്. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. സോ ഒരുപാട് പേർക്ക് സംശയമുള്ളൊരു ചോദ്യമാണത്. അതായത് ഇത്തരം ആളുകളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വലിയ വിഭാഗമുണ്ട് നമ്മുടെ നാട്ടിൽ പോലും. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടതാ, നമ്മുടെ സ്ഥാനാർത്ഥികൾ മനസ്സിലാക്കുമ്പോൾ PR വർക്ക് കൊടുക്കാറുണ്ട്. അവരുടെ എന്താണ് ജോലി? അവർ PR വർക്ക് കൊടുക്കുമ്പോഴേ അവരുടെ അടുത്ത് ചോദിക്കും എത്ര പേരിലേക്ക് വിടണം. അതായത് ഇപ്പോൾ പഴയ പോലെയല്ല PR. ഇപ്പോ തിരുവനന്തപുരം നേമം മണ്ഡലത്തിലേക്ക് PR എടുക്കുന്ന ഒരു കമ്പനി വന്നിട്ട് പറയുന്നു, നേമം മണ്ഡലത്തിലുള്ള 25,000 വോട്ടേഴ്സിലേക്ക് ഞങ്ങൾ നിങ്ങളുടെ മെസ്സേജുകൾ പാസ് ചെയ്യും, നിങ്ങളുടെ വീഡിയോകൾ പാസ് ചെയ്യും, നിങ്ങളുടെ മാനിഫെസ്റ്റോ ഞങ്ങൾ പാസ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് റേറ്റ് എടുക്കുന്നത്. അപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആ സ്ഥാനാർത്ഥി നമ്മൾ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ ഇത് എത്ര പേരിലേക്ക് വിടും. അതായത് മുമ്പ് നമ്മൾ പത്രങ്ങളിൽ പരസ്യം കൊടുക്കുന്നത് എങ്ങനെയാണ്? മനോരമയ്ക്കുള്ള റേറ്റ് അല്ല മാതൃഭൂമിക്കുള്ള റേറ്റ് അല്ല ദേശാഭിമാനിക്ക്. നമ്മൾ ചോദിക്കും, അപ്പൊ അവർ നമ്മൾ ചോദിക്കും ആലപ്പുഴ മാത്രം കൊടുത്താൽ മതിയോ, അതല്ല തിരുവനന്തപുരം മാത്രം കൊടുത്താൽ മതിയോ, കേരളത്തിൽ എത്ര ജില്ലകളിൽ കൊടുക്കണം, ഇന്ത്യ മുഴുവൻ കൊടുക്കണോ, വേൾഡ് മുഴുവൻ കൊടുക്കണോ എന്ന് ചോദിക്കും. ഇതിനെല്ലാം സെപ്പറേറ്റ് റേറ്റാണ്. ആ റേറ്റ് കൊടുത്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ഡീപ് സ്റ്റേറ്റിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയ ശൃംഖലയാണ്. മെറ്റ പോലെയുള്ള ഇല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ വലിയ പണം നമ്മൾ കണ്ടതാണ്. 2024 ഇതേപോലെ തന്നെ പണം ഇറക്കിക്കൊണ്ട് സൊറോസ് ചെയ്തത് നമ്മുടെ അടക്കമുള്ള മാധ്യമങ്ങളുടെ വാർത്തകൾ ചവിട്ടുകയും മറ്റ് മോദി വിരുദ്ധ അല്ലെങ്കിൽ രാഷ്ട്രവിരുദ്ധ വാർത്തകൾ വലിയ രീതിയിൽ സ്പ്രെഡ് ചെയ്യുന്നു. അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചു. ഇതിന്റെ ആളുകൾ ആരാണെന്ന് കൂടെ നോക്കണം. ഈ 2024 ഈ രാജ്യം വിടുന്നതിന് മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഒരു പടം, ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നു. ആ ഫോട്ടോയിൽ സിസോദിയെ കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കുന്ന ഒരു പോസ്റ്റാ സിസോദിയ. എന്നിട്ട് അദ്ദേഹം ക്യാപ്ഷൻ എന്താണെന്ന് വെച്ചാൽ മരണം വരെ ആം ആദ്മിക്ക് വേണ്ടി ഞാൻ എന്റെ ജീവിതം മാറ്റി വെച്ചിരിക്കുകയാണെന്നാണ് പുള്ളി ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഫോട്ടോ ഇടുമ്പോൾ അതിന്റെ മുകളിൽ ക്യാപ്ഷൻ കൊടുക്കുമല്ലോ, അതാണ് ഇട്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. രണ്ടാമത്തെ കാര്യം, പിന്നെയും നമ്മൾ കുറച്ചുകൂടെ പുറകോട്ട് പോകുമ്പോൾ 2020 ഇദ്ദേഹം ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ കൺവീനർ ആയിരുന്നു. ഇപ്പോൾ ഇദ്ദേഹത്തെ അവർ അവതരിപ്പിച്ചിരിക്കുന്നത് സ്വതന്ത്രനായ മാധ്യമ പ്രവർത്തകനും PR ഏജന്റുമാണെന്നാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ഇത് PR ഏജന്റ് അല്ല. 2020 മുതൽ ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. 2024 ആയപ്പോഴും ഇവിടെ നിന്ന് രക്ഷയില്ല എന്ന് കണ്ടുകൊണ്ടാണ് ഇദ്ദേഹം കൊടുങ്കിടക്കയെടുത്ത് ഇവിടുന്ന് വിട്ടത്. 2019 ഇദ്ദേഹത്തിനെതിരെ ഒരു കേസ് ഉണ്ടായിരുന്നു. അതായത് ഈ പണം വാങ്ങിയിട്ട് കാശ്മീരിന് വേണ്ടിയിട്ട് വാർത്ത ചെയ്തു എന്നുള്ള ഒരു കേസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം ഉള്ള ഒരു വ്യക്തിയാണ്. ഈ വ്യക്തിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇനി ധനുഷ് ചോദിച്ച ചോദ്യത്തിന്റെ മർമ്മപ്രധാന ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. എങ്ങനെയാണ് ഇത്രയും ലൈക്കും കാര്യങ്ങളും കിട്ടിയത്? അതിന് ഉത്തരം ധനുഷ് തന്നെ നേരത്തെ എന്നോട് പറഞ്ഞു കഴിഞ്ഞു. തുർക്കിയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമാണ് ഈ ലൈക്ക് വരുന്നത്. എങ്ങനെയാണ് ഈ ലൈക്ക് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന് അനവധി ഏജൻസികളുണ്ട്. ധനുഷിന് ലൈക്ക് വേണോ? ആ ഏജൻസിയെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്കിന് 10 പൈസ മുതൽ അവർ ചാർജ് ചെയ്യുന്നുണ്ട്. എല്ലാം ഇതേപോലെ വിദേശ രാജ്യങ്ങൾ, അതായത് നിയമവാഴ്ചയില്ലാതെ യമനിലും സിറിയയിലും പോലെയുള്ളിടത്തു നിന്നൊക്കെയുള്ള മെയിൽ ID-യിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ID-കളാണിത്. ഇത് വെച്ചിട്ടാണ് ബോട്ടിംഗ് ഉണ്ട്. ബോട്ടിന്റെ സിസ്റ്റം വേറെയാണ്. ബോട്ടാണെങ്കിൽ ഇപ്പൊ എല്ലാവരും കുറച്ചൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നത് ഈ ബോട്ട് ആരാണ്, ഈ കമന്റ് ഇടുന്നത് എന്നൊക്കെ ഉള്ളത്. ഇത് അതുപോലെയല്ല. ഇത് ഈ ഏജൻസിക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആ ഏജൻസി ചോദിക്കും എത്ര ലൈക്ക് വേണം. അതെനിക്ക് 2 ലക്ഷം ലൈക്ക് വേണം. ഉടനെ തന്നെ ഇത് പൈസ അടയ്ക്കുന്നു, അവര് ലൈക്ക് സെറ്റ് ചെയ്ത് തരുന്നു. 24 മണിക്കൂറിലോ 48 മണിക്കൂറിലും ഇത്രയും ലൈക്കുകൾ വരുന്നു. ഇതേപോലെ തന്നെ ഫോളോവേഴ്സിനെ ഇവരിങ്ങനെ കയറ്റുന്നത്. അനവധി ഫോളോവേഴ്സിന് എത്ര ഫോളോവേഴ്സ് വേണം നമ്മുടെ ചോദിക്കും. നമ്മൾ പറയാം എനിക്ക് 50,000 ഫോളോവേഴ്സ് വേണമെന്ന് പറയും. അപ്പൊ അതിനുള്ള ക്യാഷ് 2 തരത്തിലുണ്ട്. ഒന്ന് ബോട്ട് വെച്ചിട്ട് ലൈക്കും ഇത് ചെയ്യും. പക്ഷെ അത് യൂട്യൂബും മെറ്റയും അംഗീകൃതമല്ല. പക്ഷെ ഈ ജെനുവിൻ ആയിട്ടുള്ളത്, കാരണം Gmail ID ഉണ്ടെങ്കിൽ ജെനുവിൻ ആയിരിക്കുമല്ലോ. അതായത് ഇതേപോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് ID-കൾ ഉപയോഗിച്ചുകൊണ്ട്, കാരണം അവിടെ നിന്നും ഈ ID വെരിഫിക്കേഷൻ നമ്മുടെ രാജ്യത്ത് പോലും ഇല്ല. അതായത് കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ പോകുന്നതേ ഉള്ളത്. അതായത് ഒരു ID ഉള്ളവർക്ക് ഒരു അക്കൗണ്ട് എന്നുള്ള നിയമം ഇപ്പൊ വരാൻ പോകുന്നു. അപ്പം ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ഇത് വരും. ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിൽ ഒരു യുവ നേതാവ്, അദ്ദേഹം ഇപ്പോൾ MLA അല്ല, MLA സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നൊരു യുവ നേതാവ്, അദ്ദേഹത്തിന്റെ
സോഷ്യൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ വരുന്ന ലൈക്കും കമന്റും ബോട്ടാണ് എന്ന് ഇടതുപക്ഷം പറയുകയും അതിന്റെ സ്ക്രീൻഷോട്ട് പ്രദർശിപ്പിക്കുകയും ചെയ്തത് മലയാളികൾ മറക്കില്ല. അപ്പൊ ഇത് കേരളത്തിലെ ഒരു നിസ്സാരപ്പെട്ട ഒരു MLA കഥയാണ് ഞാൻ പറഞ്ഞത്. ഇത് എന്ന് പറഞ്ഞാല് ധ്രുവറാത്തിയമൊക്കെ തീറ്റിപ്പോറ്റുന്ന ഒരു ഇന്റർനാഷണൽ ഗ്യാങ്, വലിയ രീതിയിൽ പണവും സന്നാഹങ്ങളും ഒരിക്കലും ഇന്റർനാഷണൽ ഗ്യാങ് ഇറക്കി വിടുന്ന ഒരു ഉൽപ്പന്നത്തിന് ഈ ലൈക്ക് കിട്ടിയാൽ പോരാ, കുറഞ്ഞത് ഒരു 5 കോടി ലൈക്കെങ്കിലും കിട്ടേണ്ടതാണ്. ഇനി ഇദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ഒരുപാട് പേര് ചേർന്നു എന്ന് പറയുന്നു. സ്വാഭാവികമായി തന്നെ ഇത്തരം പ്രതിഭാസങ്ങൾ എല്ലായിടത്തും വരും. നമ്മളൊരു പോസ്റ്റ് ഇട്ടാൽ തന്നെ 10 ലൈക്കോ ഇല്ല 100 ലൈക്കോ കിട്ടാറുണ്ട് എന്ന് കരുതിയിട്ട് ആ ലൈക്ക് ചെയ്യുന്നവരെല്ലാം നമ്മളോടൊപ്പമാണ് എന്നുള്ളതല്ല. ഇത് ഇവർ ചെയ്തിരിക്കുന്ന പണി എന്ന് വെച്ചാൽ ഇവര് ആം ആദ്മി പാർട്ടിയെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് പുതുക്കി പുതിയ കുപ്പിയിൽ ഇറക്കാനുള്ള ഒരു പുതിയ തന്ത്രമാണ്. അതിന് യൂത്തിനെ സജ്ജമാക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അവരോട് നമുക്ക് ചോദിക്കാനുള്ള ഒന്നേ ഉള്ളൂ, നിങ്ങൾ സ്വപ്നം കണ്ട കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നല്ലോ അരവിന്ദ് കെജ്രിവാൾ 15 വർഷം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ യൂത്തിന് എന്തെങ്കിലും ഗുണം ഈ അരവിന്ദ് കെജ്രിവാളിനെ കൊണ്ട് 15 കൊല്ലം എവിടെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു യൂത്തിന് 10 ദിവസം പഠിക്കാനെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ശീഷ് മഹാള് പണിത് അവിടെ കുളിക്കുക നിലയ്ക്കുകയും ചെയ്തോണ്ടിരിക്കില്ല, ബംഗ്ലാവ് പണിതിട്ട് എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇല്ല. ഇവര് വിജയിപ്പിച്ചു വിട്ട യൂത്തിന്റെ ഐക്കണുകൾ ആരെങ്കിലും ഇന്ത്യയിൽ എന്തെങ്കിലും ചെയ്തിരുന്നു? എല്ലാവരും യൂത്തിനെ പറഞ്ഞിട്ടല്ല ചെയ്തിരുന്നത്. ഈ മഹാൻ ആം ആദ്മി പാർട്ടിയുടെ സ്വന്തം പ്രൊഡക്റ്റ് ആണ്. എന്നിട്ട് ഇദ്ദേഹം ആദ്യം ചെയ്യേണ്ട കാര്യം അരവിന്ദ് കെജ്രിവാളിനോട് ചോദിക്കുകയാണ്, 15 കൊല്ലം നിങ്ങളെ യൂത്ത്, അരവിന്ദ് കെജ്രിവാൾ വരുമ്പോൾ ആ പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ യൂത്ത് ആയിരുന്നു, ധനുഷിന് അറിയാൻ പറ്റും, യൂത്ത് ആയിരുന്നു. അതും വെറും യൂത്ത് അല്ലായിരുന്നു, അഭ്യസ്ത വിദ്യരായ യൂത്ത് ആയിരുന്നു. എല്ലാം എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, IT പ്രൊഫഷണൽസ് എല്ലാമായിരുന്നു. അവരൊക്കെ എന്തുകൊണ്ടാണ് ആ പാർട്ടി വിട്ടത്? ആ പാർട്ടി ഇവിടെ ഉണ്ടായ പ്രധാനപ്പെട്ട കാരണം അവരോട് നീതി പുലർത്താൻ പോലും ആ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ആൾക്കൂട്ടം ചിലപ്പോൾ വോട്ടായി മാറും, അത് അന്നേരം ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. പക്ഷെ അടിത്തട്ടിൽ ശക്തമായ രീതിയിൽ മെസ്സേജ് കൊടുക്കാനും ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമ്പോഴേ നിലനിൽക്കുള്ളൂ. പിന്നെ ഇപ്പൊ ഇവിടെ കിടന്ന് എല്ലാവരും തുള്ളുന്നുണ്ട്, ക്രോക്രോച്ച് പാർട്ടി വരും, മറ്റേ ക്രോക്രോച്ച് പാർട്ടി ഇതൊരു പുതിയ ആശയമല്ല. ലോകത്ത് പല ഭാഗത്തും ഇത് ഉണ്ടായിട്ടുള്ളതാണ് ഇതുപോലെയുള്ളത്. ഇത് ഞാനൊരു 10-20 കൊല്ലം മുമ്പ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവിടെയും ഇത് കണക്ക് ഇലക്ഷൻ സമയമാകുമ്പോൾ ഇത് കണക്കുള്ള പാർട്ടികൾ വരാറുണ്ട്. തമാശയ്ക്ക് വേണ്ടിയിട്ട് വരുന്ന അവർ വോട്ടൊന്നും പിടിക്കാൻ വരുന്നതല്ല. ഇതേപോലുള്ള, അതായത് കാമുകമാർക്ക് സംസാരിക്കാൻ ബെഞ്ച് ഞങ്ങൾ പണിതിടും, നിങ്ങൾക്ക് പ്രത്യേക റൂം തരും എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കോമാളിത്തരങ്ങളൊക്കെ എഴുതി നോട്ടീസ് അടിച്ച് പ്രചരണത്തിന്. അന്നത്തെ കാലത്ത് ഉണ്ട് ഈ പണി. ഇതിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് സോഷ്യൽ മീഡിയ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഇതിന് യാതൊരു കാര്യങ്ങളുമില്ല. പിന്നെ സ്വാഭാവിക ധ്രുവറാത്തി എന്തായിരുന്നു വന്നപ്പോൾ, വലിയ ആനയാണ്, സിംഹമാണ്, കടുവയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പൊ ആരെങ്കിലും കേൾക്കാറുണ്ടോ? കേരളത്തിൽ തന്നെ എത്രയോ പേര് കത്തിജ്വലിച്ചു വന്ന ജേർണലിസ്റ്റുകളുണ്ട്, അല്ലെ? കേരളത്തിന്റെ പുറത്തിരുന്ന് ചീത്ത വിളിക്കുന്നവരുണ്ട്, ഇല്ലേ? അങ്ങനെ ഒരുപാട് മതപണ്ഡിതന്മാർ വന്നിട്ട് ആക്രോശിക്കാറില്ലായിരുന്നു. അവരൊക്കെ ഇപ്പൊ എവിടെ നമുക്കറിയില്ല. ഇതൊക്കെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്ന ഇപ്പം നമ്മളൊരു കാര്യം പറഞ്ഞു, നമുക്ക് ഒരുപാട് കൈയടി കിട്ടും. അടുത്ത നിമിഷം നമ്മൾ പോയി സോഷ്യൽ മീഡിയ, കാരണം നമ്മളെക്കാൾ മുകളിലേക്ക് വേറൊന്ന് വന്നു കഴിഞ്ഞു. അതാണ് സോഷ്യൽ മീഡിയ. നമുക്ക് സ്ഥിരമായി നിൽക്കാൻ കഴിയില്ല. സോഷ്യൽ മീഡിയ നമ്മൾ സ്ഥിരമായി നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിൽ ഉണ്ടാകണം, നമ്മുടെ കൈ കണ്ടന്റ് ഉണ്ടാകണം, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ജനത്തിന് മനസ്സിലാകണം, അവർക്കതിൽ വിശ്വാസത വേണം. വിശ്വാസം ഉള്ള ഒന്നിന്റെ പിറകെ ആളുകൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുക തന്നെ ചെയ്യും. അല്ലാത്തതൊക്കെ പോകും. ഈ ക്രോക്രോച്ച് പാർട്ടിയൊക്കെ നോക്കിക്കോ, ഇപ്പൊ കുറച്ച് ദിവസമൊക്കെ മീഡിയകൾ ആഘോഷിക്കും, അതിനപ്പുറത്തേക്ക് ഈ ക്രോക്രോച്ച് പാർട്ടിക്ക് ഒന്നും ചെയ്യാനില്ല. എന്താണ് ഇതിന്റെ രൂപം, എന്താണ് ഇതിന്റെ ഘടന, എവിടെയാണ് ഇതിന്റെ ആൾക്കൂട്ടം, എവിടെയാണ് ഇത് കൂടുന്നത്, എന്താണ് ഇതിന്റെ ലക്ഷ്യം? ഇല്ല, ഒന്നുമില്ല. ഇതിപ്പോ നാളെ കേരളത്തിലുള്ള ഏതെങ്കിലും നല്ല ഇൻഫ്ലുവൻസർ ഉണ്ടെങ്കിൽ, നല്ല പിന്തുണ കിട്ടുന്ന ഒരു സോഷ്യൽ മീഡിയ ബ്ലോഗറോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം എഴുതിയിട്ടാലും, ഇല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും നടിയോ നടനോ ഇങ്ങനെ ഒരെണ്ണം എഴുതിയിട്ടാൽ പോലും വലിയ റീച്ച് ഉണ്ടാകും കേരളത്തിൽ, യാതൊരു സംശയവുമില്ല. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഒരു വിഭാഗം പേര് ഈ മോദിക്കെതിരാണ്, കേന്ദ്ര സർക്കാരിനെതിരാണ്. അവരെപ്പോഴും ഇങ്ങനെ പുതുവയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് ഇതിന്റെ പിന്നാലെ കുറച്ചുകൂടെ പോകും. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും ഇത് പോയിട്ട് ഒരു കാര്യമല്ല, ഇങ്ങനെ കൊണ്ട് ഒരു കാര്യം നടക്കത്തില്ല എന്ന് തോന്നും. അയാളെ വലിച്ചു താഴെയിടും. അപ്പോൾ ഇവരെ മുതലെടുക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരുത്തം വന്ന് യൂട്യൂബിലിരുന്ന് കുറെ തള്ളുതള്ളു, അവന്റെ പുറകിൽ നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അവൻ പോകും. ഇപ്പൊ ധ്രുവറാത്തിക്ക് പഴയ ഇതില്ലല്ലോ, ലൈക്കില്ല, ഷെയർ ഇല്ല, ആരാധകരില്ല. അയാളുടെ കാലം കഴിഞ്ഞു. ഇനി അടുത്ത നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയോ പേര് നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ? ഇൻഫ്ലുവൻസർമാരെന്ന് വന്നിരുന്നിട്ട് BJP തെറി വിളിക്കും, മോദി തെറി വിളിക്കും. ആദ്യം കുറെ ലൈക്കും ഷെയറും ഒക്കെ കിട്ടും, പിന്നീട് കാണില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ അവര് പറയുന്നതിനകത്ത് ജനത്തിന് വിശ്വാസമില്ല, അവരുടെ ക്രെഡിബിളായിട്ട് ഒന്നും കൊടുക്കാനില്ല, അവരുടെ കൊടുക്കുന്ന കണ്ടന്റ് മുഴുവൻ ഫേക്ക് ആയതുകൊണ്ടാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്. കാരണം വർഷം ഇത്രയും കഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ നിലനിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾക്ക് ആ പ്രേക്ഷകർക്കുള്ള വിശ്വാസവും നമ്മൾ സത്യസന്ധമായ കാര്യങ്ങൾ കൊടുക്കുന്നത് കൊണ്ടുമാണ്. അവിടെയാണ് ഇപ്പൊ അതായത് ക്രോക്രോച്ച് പാർട്ടിയെ കുറിച്ച് നമ്മൾ ഇത്രയെങ്കിലും ജനത്തിനോട് പ്രേക്ഷകരോട് പറഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ കുറച്ച് പ്രേക്ഷകരെങ്കിലും തെറ്റിദ്ധരിക്കാൻ ഇടവരും, ഇവരെ പുലികളാണ്. കാരണം അമ്മാതിരി തള്ളാണ് ഇന്നലെ മീഡിയകളിലൊക്കെ ഇരുന്ന് ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ച ചെയ്യുന്നത്. ഭയങ്കര ചർച്ചകളാണ്. ഇതിപ്പോ പടർന്ന് പന്തലിക്കും, ഭരണം താഴെ പോകും, ജെൻസികൾ ഇളകി കഴിച്ചിരിക്കുന്നു. ഇതിപ്പന്മാര് പറയാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഞാൻ ചോദിച്ചോട്ടെ, നിസ്സാരമായ നേപ്പാളിൽ പോലും ജെൻസികൾക്ക് ഒരു കലാപം നടത്തി വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല.
നിയമവും നിയമവാഴ്ചയും ഇല്ലാത്തൊരു നേപ്പാളിന്റെ അവസ്ഥ അതാണ്. ബംഗ്ലാദേശിൽ അത് വിജയിക്കാൻ കാരണം മതമായിരുന്നു അവരുടെ പ്രശ്നം. മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് മുസ്ലിം രാഷ്ട്രത്തിൽ നടത്തിയ ഇതായിരുന്നു. അതേ മെത്തേഡ് എന്തുകൊണ്ട് ഇറാനിൽ വിജയിച്ചില്ല? അടിച്ചവന്മാർ ആപ്പൂരി അല്ലെ? ഇപ്പൊ അവന്മാർ ട്രംപിനെ തന്തയ്ക്ക് വിളിച്ചു നടക്കുന്നു. ട്രംപിന്റെ വാക്കും കേട്ട് പ്രകടനത്തിന് ഇറങ്ങിയവന്മാരെല്ലാം കൂടെ. അതാണ് ഇറാനിലെ അവസ്ഥ. ഇതാ ഞാൻ പറഞ്ഞത്. അപ്പോഴാണ് സുസജ്ജമായ ഈ ഇന്ത്യയില് എന്തുണ്ടാക്കാൻ ഇവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ഒരു രസം, നമുക്കും സന്തോഷമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ഒരു പാർട്ടി വരുന്നതിലൊക്കെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പക്ഷെ പാർട്ടികളെ സംബന്ധിച്ചൊരു കാര്യം കൂടിയുണ്ട്. പാർട്ടികൾ ഏത് പ്രതിസന്ധിയും അതിജീവിക്കുന്നവരാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അതായത് അണുബോംബ് വീണാൽ പോലും അതിജീവിക്കുന്ന ഒരേ ഒരു ജീവി ലോകത്ത് പാറ്റയാണെന്നാണ് പറയുന്നത്. പക്ഷെ ഈ പാർട്ടികൾ എത്ര നാൾ അതിജീവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഏതായാലും ഒരു 6 മാസത്തിനപ്പുറം ഈ ക്രോക്രോച്ചുകൾ അതിജീവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഹിറ്റ് പോലും അടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പൊ തന്നെ ആളുകൾ ഇവന്മാരെ നോക്കി തുടങ്ങിയപ്പോ തന്നെ കരിഞ്ഞു പോയി തുടങ്ങിയിരിക്കുന്നു ഇവന്മാരുടെ ചിറകളെല്ലാം. ഇപ്പൊ തന്നെ ധനുഷ് തന്നെ പറയുന്നു തുർക്കിയും പാകിസ്ഥാനും ബംഗ്ലാദേശികളൊക്കെയാണ് അത് ലൈക്ക് ചെയ്യുന്നത്. അവിടെ തന്നെ അവർ പൊളിഞ്ഞില്ലേ? പിന്നെ ഇവന്റെ ഇപ്പൊ ചരിത്രം കൂടെ എടുത്തില്ല നമ്മൾ. എടുത്തു കഴിഞ്ഞപ്പോ അതും പൊളിഞ്ഞു. അത്രേ ഉള്ളൂ കാര്യം. അതെ അതെ അതെ. ഇപ്പൊ എത്ര മില്യൺ പാറ്റകൾ വന്നാലും ആ പാറ്റകൾക്കെല്ലാം, എത്ര മില്യൺ ആണെങ്കിലും ആ പാറ്റകൾക്കെല്ലാം ഒരു പാട്ട പെസ്റ്റിസൈഡ് മതി എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. താങ്ക് യു ബിഷപ്പ്.